പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ഒത്തിരി ആൾക്കാർ എനിക്ക് സ്ഥിരം മെസ്സേജ് അയക്കാറുണ്ട്. ട്രെയിൻ ടിക്കറ്റിനെ പറ്റി, തത്കാൽ ടിക്കറ്റിനെ പറ്റിയൊക്കെ കുറേ സംശയങ്ങളൊക്കെ അവർക്കുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തീർക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് ഇന്നലെ മുതൽ നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ, സദേൺ റെയിൽവേയിൽ ഓടുന്ന 8 വന്ദേ ഭാരത് ട്രെയിനുകളിൽ ഒരെണ്ണമായ നമ്മുടെ കേരളത്തിലൂടെ ഓടുന്ന മംഗലാപുരം തിരുവനന്തപുരം വന്ദേ ഭാരത്, ആലപ്പുഴ വഴിയുള്ള വന്ദേ ഭാരതിന് നമുക്ക് ഇനി ടിക്കറ്റ് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇന്നലെ ഞാനൊരു റീൽ ഇട്ടായിരുന്നു അതിനെ പറ്റി. അപ്പോൾ അതിൽ ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു, ഇത് നേരത്തെ തൊട്ടുള്ളതല്ലേ എന്നൊക്കെ ചോദിച്ചോട്ടെ. നേരത്തെ തൊട്ടുള്ളതല്ല. ഇതെന്ത് സംഭവം എന്ന് വെച്ചാൽ, ഈ മംഗലാപുരം ട്രിവാൻഡ്രം വന്ദേ ഭാരത് ഓടുന്ന എല്ലാ സ്റ്റേഷനുകളിലും, അതിന് സ്റ്റോപ്പുള്ള എല്ലാ സ്റ്റേഷനുകളിലും ഇനി നമുക്ക് നമ്മുടെ മൊബൈൽ ആപ്പിൽ കൂടെ, റെയിൽവേ ആപ്പിൽ കൂടെ, അല്ലെങ്കിൽ IRCTC ആപ്പിൽ കൂടെ ടിക്കറ്റ് നോക്കിയാൽ എല്ലാ സ്റ്റേഷനുകളിലും ആ ട്രെയിൻ വിടുന്നതിന് 15 മിനിറ്റ് മുമ്പ് വരെ കറണ്ട് ബുക്കിംഗ് കാണിക്കും. അതാണ് സംഭവം, സിമ്പിളായിട്ട് പറഞ്ഞാൽ. ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ രാവിലെ തൃശ്ശൂർ എറണാകുളം നോക്കിയപ്പോൾ സീറ്റുണ്ട്, എറണാകുളത്ത് നിന്ന് ആലപ്പുഴ നോക്കിയപ്പോൾ സീറ്റുണ്ട്, ആലപ്പുഴയിൽ നിന്ന് കൊല്ലം നോക്കിയപ്പോൾ സീറ്റുണ്ട്, കൊല്ലത്ത് നിന്ന് ട്രിവാൻഡ്രം നോക്കിയപ്പോൾ സീറ്റുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കറണ്ട് ബുക്കിംഗ് ആയിരിക്കും. കറണ്ട് ബുക്കിംഗ് പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ മംഗലാപുരത്ത് നിന്ന് വണ്ടി വിട്ടാൽ പിന്നെ ഈ വന്ദേ ഭാരത് ചിലപ്പോൾ കോഴിക്കോട് ചാട്ടുണ്ടാവാം, എറണാകുളത്ത് ചാട്ടുണ്ടാവും. അപ്പോൾ എറണാകുളത്ത് ചാട്ടുള്ള സമയത്ത് എറണാകുളത്ത് വണ്ടി എത്തുന്നതിന് കുറച്ച് മുമ്പ് വരെ കറണ്ട് ബുക്കിംഗ് കാണിക്കും. പക്ഷേ തൃശ്ശൂരിന് കാണിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ ചാർട്ടിംഗ് സ്റ്റേഷനുകളിൽ മാത്രമായിരിക്കും കറണ്ട് ബുക്കിംഗ് കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ നമ്മുടെ ഈ മംഗലാപുരം വന്ദേ ഭാരതിന് മാത്രം ഇനി തൊട്ട് എല്ലാ സ്റ്റേഷനിലും കറണ്ട് ബുക്കിംഗ് കാണിക്കും. അതാണ് സംഭവം. അപ്പോൾ കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഇതേപോലെ, ഞാൻ പണ്ടോട്ട് ഈ ഇങ്ങനെ എടുക്കുന്നതല്ല, ഇന്നലെ തൊട്ടാണ് ഈ ഒരു മാറ്റം വന്നിരിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ആ വീഡിയോ മൊത്തം കാണാതെ ഒരാൾക്കാർ കമൻറ്റ് പറയുന്നുണ്ട്. ആ വീഡിയോ മൊത്തം ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷനായി ഇപ്പോൾ കാണിക്കുക. ഇന്നലെ സദേൺ റെയിൽവേ ഇറക്കിയ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട്. ആ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇന്നലെ മുതലാണ് ഈ മാറ്റം വന്നിരിക്കുന്നത്. അത് ഈ മംഗലാപുരം ട്രിവാൻഡ്രം വന്ദേ ഭാരതിൽ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ കാസർഗോഡ് വന്ദേ ഭാരതിയിലില്ല. പിന്നെ ബാക്കിയുള്ള കുറേ വന്ദേ ഭാരതിലൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അധികം കളക്ഷൻ ഇല്ലാത്ത വന്ദേ ഭാരതികളിലാണെന്ന് തോന്നുന്നു ഇങ്ങനെ വെച്ചേക്കുന്നത്. ആ റൂട്ട് കണ്ടാൽ എനിക്ക് അങ്ങനെ തോന്നുന്നത്. അപ്പോൾ ഒത്തിരി കളക്ഷനുള്ള വന്ദേ ഭാരതിലൊന്നും ഇങ്ങനെ ഇവർ ഈ ഒരു സെറ്റപ്പ് വെച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സെറ്റപ്പ് എല്ലാ ട്രെയിനിലും കൊണ്ടുവരാൻ അടിപൊളിയായിരിക്കും. കാരണം ടിക്കറ്റ് ഇടാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടും വരത്തില്ല ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നാലേ. ഈ ഒരു മാറ്റം ശരിക്കും യൂസ്ഫുൾ ആവുന്നത് പെട്ടെന്ന് എവിടെയെങ്കിലും വന്ദേ ഭാരതിനൊക്കെ പോകേണ്ട ആൾക്കാർക്കാണ് കേട്ടോ. ഇപ്പോൾ പെട്ടെന്ന് എനിക്കിപ്പം കോഴിക്കോട് പോകണം, അല്ലെങ്കിൽ പെട്ടെന്ന് ട്രിവാൻഡ്രം പോകണമെങ്കിൽ വണ്ടി വിടുന്നതിന് 15 മിനിറ്റ് നോക്കിയാൽ എന്തായാലും ഒരു സീറ്റെങ്കിലും കാണാതിരിക്കത്തില്ല. കാരണം ഫുള്ളൊന്നും എന്തായാലും ആയിരിക്കത്തില്ല, ഒരു സീറ്റെങ്കിലും കാണാതിരിക്കത്തില്ല. അപ്പം സീറ്റ് കിട്ടാൻ അങ്ങനെ ബുദ്ധിമുട്ടില്ല. അപ്പോഴേക്കും ചില ആൾക്കാർ ചോദിക്കും സാധാരണക്കാർക്കൊന്നും ഇല്ലേന്ന്. സാധാരണക്കാർക്ക് ഇപ്പോൾ എന്താ, ഞാൻ ഒന്നും പറയുന്നില്ല സാധാരണക്കാരെ പറ്റി. അപ്പോൾ എനിക്കിനി കുറച്ച് നമ്മുടെ ഫോളോവേഴ്സായിട്ടുള്ള ആൾക്കാർ കുറേ പേര് കുറേ സംശയങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടായിരുന്നു, ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ കുറേ പേർക്കൊക്കെ റിപ്ലൈ കൊടുത്തായിരുന്നു. എന്നാൽ ഞാൻ വീഡിയോയിലൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുള്ളത് ഇപ്പോൾ എങ്ങനെയാണ് ചാർട്ടിങ് സമയം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ 8 മണിക്കൂർ മുമ്പാണ് ഒരു വണ്ടിയുടെ ചാർട്ട് പ്രിപ്പയർ ആകുന്നത്. അപ്പം രാവിലെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 1:59 വരെ ആ സമയങ്ങളിൽ വിടുന്ന വണ്ടികളാണെങ്കിൽ, ഇവിടെ ഭയങ്കര കാറ്റാണ് കേട്ടോ, ആ സമയങ്ങളിൽ വരെ വിടുന്ന വണ്ടികളാണെങ്കിൽ തലേദിവസം രാത്രി 9 മണിക്ക് അതിൻ്റെ ചാർട്ട് വരും കേട്ടോ. 2 മണി വരെയുള്ള സമയത്ത് വിടുന്ന വണ്ടികളാണെങ്കിൽ. പിന്നെ 2 മണി മുതൽ പിന്നെ അങ്ങോട്ടുള്ള ആ സമയത്ത് വിടുന്ന വണ്ടികളാണെങ്കിൽ 8 മണിക്കൂർ മുമ്പ് ചാർട്ട് വരും. അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ ചാർട്ടുകൾ വരുന്നത്. പിന്നെ ഈ ഒരു സംഭവം ശരിക്കും ഈ റിമോട്ട് ലൊക്കേഷൻ സ്റ്റേഷൻസിലും ആപ്ലിക്കബിൾ ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു വണ്ടി ഇവിടെ നിന്ന് വിട്ട് പോകുമ്പോഴേക്കും അതിന് ഒറ്റ ചാർട്ട് മാത്രമായിരിക്കത്തില്ലല്ലോ. ഇപ്പം എറണാകുളത്ത് ചാർട്ട് ഉണ്ടാവും, ചിലപ്പോൾ മംഗലാപുരത്ത് ഉണ്ടാവും. ഇത് ചാർട്ടിങ് സ്റ്റേഷൻ എങ്ങനെയാണ് മനസ്സിലാവുന്നതെന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് പറഞ്ഞുതരാവേ. അതിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ റിസർവേഷൻ ചാർട്ട് വെബ്സൈറ്റ് ഉണ്ടല്ലോ, റിസർവേഷൻ ചാർട്ട് വെബ്സൈറ്റ് എടുക്കണം, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ റിസർവേഷൻ ചാർട്ട് എന്ന് പറയുന്നത് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇതേപോലെ IRCTC ചാർട്ട് വേക്കൻസി എന്ന സൈറ്റ് വരും. അപ്പോൾ ഇതിൽ നമുക്ക് എവിടെയാണ് ഒരു വണ്ടിയുടെ ചാർട്ടിങ് സ്റ്റേഷൻ കണ്ടുപിടിക്കുന്നതിനാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ട്രെയിൻ പേരാ 12626, അതായത് ഇങ്ങോട്ട് വരുന്ന കേരള എക്സ്പ്രസ്, ഡൽഹിയിൽ നിന്ന് വിട്ട കേരള എക്സ്പ്രസ് ആണേ. അപ്പോൾ അതിന് ഞാനിപ്പം നിങ്ങൾക്കിപ്പോൾ കയറേണ്ട സ്റ്റേഷനാണ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പം എനിക്കിപ്പം പാലക്കാട് നിന്ന് കയറണം. പാലക്കാട് നിന്ന് ജേർണി ഡേറ്റിനകത്ത് തന്നെ കൊടുത്താൽ മതി. പാലക്കാട് നിന്ന് കയറണം. പാലക്കാട് നിന്ന് കയറുമ്പോൾ കണ്ടോ, ഇവിടെ മുകളിലായിട്ട് ജേർണി ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ബോർഡിംഗ് സ്റ്റേഷൻ പാലക്കാട്, ചാർട്ടിംഗ് സ്റ്റേഷൻ കോയമ്പത്തൂർ. അപ്പോൾ പാലക്കാട് നിന്ന് കയറണമെങ്കിൽ, കേരള എക്സ്പ്രസിന് പാലക്കാട് നിന്ന് കയറണമെങ്കിൽ അതിൻ്റെ ചാർട്ടിംഗ് സ്റ്റേഷൻ വരുന്നത് കോയമ്പത്തൂരാണ്. അപ്പോൾ കോയമ്പത്തൂർ വണ്ടി എത്തുന്നതിന് 8 മണിക്കൂർ മുമ്പാണ് കോയമ്പത്തൂർ ചാർട്ടിംഗ് വരുന്നത് കേട്ടോ. അപ്പോൾ 8 മണിക്കൂർ മുമ്പ് നിങ്ങൾക്ക് നോക്കിയാലോ കറണ്ട് ബുക്കിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഒരു വണ്ടിയുടെ ചാർട്ടിംഗ് സ്റ്റേഷനുകൾ കണ്ടുപിടിക്കുന്നത് കേട്ടോ. സിമ്പിളായിട്ട് ഒന്നുകൂടെ കാണിച്ചു തരാം. ഒരു വണ്ടിയുടെ ട്രെയിൻ നമ്പർ പഠിച്ചു കൊടുക്കാം. ഇപ്പോൾ 17230 ശബരി എക്സ്പ്രസ്,
ശബരി എക്സ്പ്രസ്സിന് ഞാൻ ഇപ്പം എറണാകുളത്തുനിന്ന് വണ്ടി വിടാൻ സമയം കഴിഞ്ഞല്ലോ, തിരുവല്ലേന്ന് കയറാൻ പോകും. അപ്പോൾ എനിക്ക് അതിൻ്റെ ചാർട്ടിങ് അവിടെ നിന്ന് അറിയണം. കോട്ടയത്താണ് ചാർട്ടിങ് കേട്ടോ, മുകളിൽ എഴുതിയിരിക്കുന്നുണ്ട് ചാർട്ടിങ് സ്റ്റേഷൻ കോട്ടയം. അപ്പോൾ കോട്ടയം വണ്ടി എത്തുന്നതിന് മുമ്പ് 8 മണിക്കൂർ മുമ്പ് അതിൻ്റെ ചാർട്ട് വരും. അങ്ങനെയാണ് ഒരു വണ്ടിയുടെ ചാർട്ടിങ് സ്റ്റേഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 8 മണിക്കൂർ മുമ്പാണ് ചാർട്ട് വരുന്നത് എല്ലാ വണ്ടികളുടെയും. RAC ആണോ അതോ വെയിറ്റ് ലിസ്റ്റ് ആണോ ഫസ്റ്റ് കൺഫേം ആവുന്നത്? ശരിക്കും ആദ്യം കൺഫേം ആവുന്നത് RAC ടിക്കറ്റ്. ഇതിൻ്റെ ഒരു ഓർഡർ ഉണ്ട്, എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പം ഒരു വണ്ടിക്ക് ഇപ്പം ആദ്യം അവൈലബിൾ സീറ്റ്സ് ഉണ്ടാവും. അവൈലബിൾ സീറ്റ്സ് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത സ്റ്റാറ്റസ് വരുന്നത് RAC ആണേ. അത് ജനറൽ, അതായത് ആ വണ്ടി തുടങ്ങുന്ന സ്റ്റേഷനിൽ നിന്നുള്ള സ്റ്റാറ്റസാണ് പറയുന്നത്. ജനറൽ വെയിറ്റ് ലിസ്റ്റിലെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആ വണ്ടി ഇപ്പം RAC കഴിഞ്ഞ് വെയിറ്റ് ലിസ്റ്റ് വരും. വെയിറ്റ് ലിസ്റ്റ് കഴിഞ്ഞ് റിഗ്രറ്റ്, പിന്നെ ബുക്കിംഗ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു വണ്ടിയുടെ ചാർട്ടിങ് കഴിയുമ്പോഴേക്കും അതിൻ്റെ ഫസ്റ്റ് കൺഫേം ആവുന്ന എല്ലാ RAC സീറ്റ്സുകളായിരിക്കും. RAC സീറ്റ് എല്ലാം കൺഫേം ആയി കഴിഞ്ഞിട്ടാണ് പിന്നെ വെയിറ്റ് ലിസ്റ്റ് ടിക്കറ്റ് എല്ലാം കൺഫേം ആവുന്നത്. വെയിറ്റ് ലിസ്റ്റ് ടിക്കറ്റ് എല്ലാം കൺഫേം ആവും. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കറണ്ട് ബുക്കിംഗ് വരുന്നത്. അപ്പോൾ ഇത് RAC ടിക്കറ്റ് കൺഫേം ആയിട്ട് അപ്പോൾ ഈ ജനറൽ വെയിറ്റ് ലിസ്റ്റുള്ള ആൾക്കാരെല്ലാം RACയിൽ വരും. അങ്ങനെയാണ് ഇപ്പം RAC സീറ്റ് നോക്കി ചാർട്ട് വരുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇത് കൺഫേം ടിക്കറ്റുള്ള ആരും ക്യാൻസൽ ചെയ്താലേക്ക് നടക്കത്തുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ചുമ്മാ അങ്ങനെ ആവത്തൊന്നുമില്ല. അപ്പോൾ ആദ്യം എപ്പോഴും കൺഫേം അത് RAC ആണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു ടിക്കറ്റ് എവിടെയെങ്കിലും പോകാൻ ബുക്ക് ചെയ്യുകയാണെങ്കിൽ RAC കണ്ടാൽ ഉടനെ ബുക്ക് ചെയ്യണമെന്ന് പറയുന്നത്. RACക്കാണ് ഏറ്റവും കൂടുതൽ കൺഫേം ആവാൻ ചാൻസ് ഉള്ളത്. വെയിറ്റ് ലിസ്റ്റ് ഒക്കെ അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ. പിന്നെ എന്നോട് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് വെയിറ്റ് ലിസ്റ്റ് 6 കൺഫേം ആവുമോ അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്ക് ചുമ്മാ വെയിറ്റ് ലിസ്റ്റിൻ്റെ നമ്പർ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകത്തില്ല. നിങ്ങളിപ്പം അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് വണ്ടിക്കാണ് പോകുന്നത്, ഏത് ഡേറ്റിനാണ്, ഏത് ക്ലാസ്സിനാണെന്നൊക്കെ പറഞ്ഞാലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ല ചുമ്മാ വെയിറ്റ് ലിസ്റ്റ് 5, വെയിറ്റ് ലിസ്റ്റ് 10 കൺഫേം ആക്കുമെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഏത് വണ്ടി അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല കൺഫേം ആവും ഇല്ലയോ എന്ന്. പിന്നെ പലർക്കും റെയിൽവേ ആപ്പിലൂടെ ലോഗിൻ ചെയ്യാൻ കുറേ പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്നുണ്ടോ. എനിക്ക് തോന്നുന്നു ആപ്പിൻ്റെ ഇഷ്യൂസ് ആണെന്ന് തോന്നുന്നു. എനിക്കിതുവരെ അങ്ങനെയൊന്നും പ്രശ്നമൊന്നുമില്ല. റെയിൽ കണക്ട് ആപ്പിൻ്റെ ലോഗിൻ ക്രെഡൻഷ്യൽസ് വെച്ചിട്ട് ആ റെയിൽവേ ആപ്പിൽ കൂടെ നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ റെയിൽ കണക്ട് ആപ്പ് ലോഗൗട്ട് ആയി പോകുന്നത് കാണിക്കുന്നുണ്ട്. അങ്ങനെ ആവുന്നവർക്ക് മറ്റേ റെയിൽ കണക്ട് ആപ്പിൽ കൂടെ OTP വെച്ചിട്ടൊന്ന് ലോഗിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്ത് നോക്കുക. അപ്പം ലോഗിൻ ആവും. എൻ്റെ UTS ആപ്പ് അതേപോലെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ UTS ആപ്പിൽ കൂടെ OTP വെച്ച് ലോഗിൻ ചെയ്തപ്പോൾ ആയിട്ടുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത് ഈ റെയിൽവേ ആപ്പ് ഇപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്തതല്ലേ, അതിന് കുറേ ബഗ്ഗുണ്ട്. ഈ റെയിൽവേ ആപ്പിൽ കൂടെ തത്കാലം എടുക്കാൻ നിങ്ങൾ ദയവ് ഇത് നോക്കരുത്. കാരണം റെയിൽവേ ആപ്പിൽ കൂടെ തത്കാലം എടുക്കാൻ ഭയങ്കര ലാഗാണ്. സംഭവം വെച്ചാൽ നമുക്ക് പേരൊക്കെ അടിച്ച് വരുന്നതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷേ പേയ്മെൻറ്റ് ഭയങ്കര പ്രശ്നമാണ്. പേയ്മെൻറ്റ് ഫെയിലായി പോകുന്നുണ്ട്. പേയ്മെൻറ്റ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റൊക്കെ നിൽക്കും. ലാസ്റ്റ് ടിക്കറ്റ് പോയി നോക്കുമ്പോൾ ടിക്കറ്റ് ഒന്നും ബുക്കായി പോലും കാണത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കറൻ്റ്ലി തത്കാലം നമുക്ക് മൊബൈൽ എടുക്കാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് IRCTC റെയിൽ കണക്ട് ആപ്പ് തന്നെയാണ് കേട്ടോ. റെയിൽവേ ആപ്പ് ഞാൻ അത്ര സജസ്റ്റ് ചെയ്തില്ല, കാരണം ഭയങ്കര ലാഗാണ് ടിക്കറ്റ് ഈ തത്കാലം ബുക്ക് ചെയ്യാൻ നേരത്ത് പേയ്മെൻറ്റ് ഫേസിൽ. അല്ലാതെ പേരടിച്ച് കൊടുക്കുന്നതിനൊന്നും ലാഗ് തോന്നിയിട്ടില്ല. പക്ഷേ നോർമൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഏറ്റവും യൂസർ ഫ്രണ്ട്ലിയും എല്ലാം നല്ലത് റെയിൽവേ ആപ്പ് തന്നെയാണ് കേട്ടോ. പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു തത്കാലം എടുക്കുമ്പോൾ ആധാറിന് OTP വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ OTP ഒന്നും വരുത്തുന്നില്ല. ആധാർ നിങ്ങൾ വെറുതെ ലിങ്ക് ചെയ്താൽ മാത്രം മതി IRCTC അക്കൗണ്ടുമായിട്ട്, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. OTP ഒന്നും വരത്തില്ല. ഈ OTPയുടെ കേസ് ശരിക്കും മറ്റേ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി കൗണ്ടർ ടിക്കറ്റ് എടുക്കുമ്പോഴാണ്, ഈ തത്കാലം എടുക്കുമ്പോഴാണ് പ്രശ്നം. അതിപ്പോൾ OTP എന്തോ അവർ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. OTPയുടെ എന്തോ പ്രശ്നം കാരണം കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു, റെയിൽവേയുടെ ഒരു പേജിലാണ് കണ്ടായിരുന്നു ഇതേപോലെ അത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആധാർ OTPയുടെ സംഭവം. പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് സൈഡ് ലോവർ ബെർത്ത് കിട്ടുന്നത് ട്രെയിനിൽ നിന്ന്. സൈഡ് ലോവർ ബെർത്ത് കിട്ടാൻ വേണ്ടി സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ 2 മാസം മുമ്പ്, അതായത് അഡ്വാൻസ് ബുക്കിംഗ് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ട്രെയിനിന് ടിക്കറ്റ് എടുക്കുക. അപ്പോൾ ട്രെയിനിന് ടിക്കറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ ഫുൾ സീറ്റ്സ് അലോട്ട് ചെയ്തിട്ടുള്ള സീറ്റ്സ് എല്ലാം കാണിക്കും. ഇപ്പം സെക്കൻഡ് AC അല്ലെങ്കിൽ സ്ലീപ്പറിലാണെങ്കിൽ ഇപ്പം 100 സീറ്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ, അതായത് നമ്മൾ ടിക്കറ്റ് നോക്കുമ്പോൾ ഒരുപാട് സീറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പ്രിഫറൻസ് സീറ്റ് കിട്ടാൻ ഒരുപാട് ചാൻസ് ഉണ്ടെന്നാണ് അർത്ഥം. കാരണം നമുക്ക് പറയാൻ പറ്റത്തില്ല, പ്രവചിക്കാൻ പറ്റത്തില്ല ഇത് കിട്ടോ ഇല്ലയോ അത്. അപ്പോൾ ഒരുപാട് സീറ്റ്സ് നിങ്ങളിപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഉണ്ടെങ്കിൽ അത് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നതിന് കിട്ടാൻ ചാൻസ് ഉണ്ട്. സൈലോർ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് സെക്കൻഡ് AC-ലാണ് കേട്ടോ. സെക്കൻഡ് AC-ലും തേർഡ് AC-ലുമാണ്. സ്ലീപ്പറിൽ സൈലോർ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഒത്തിരി ഡിമാൻഡുള്ള ഈ മലബാർ പിന്നെ അങ്ങനത്തെ കുറേ വണ്ടികളൊക്കെ ഉണ്ടല്ലോ, ഈ ഒത്തിരി ഡിമാൻഡുള്ള വണ്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങളിപ്പം ഒരു 100 സീറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുമ്പോൾ കിട്ടത്തില്ല. മിഡിൽ ബെർത്തോ സൈഡ് അപ്പുറമൊക്കെ ആയിരിക്കും കിട്ടുന്നത്. കാരണം ഈ സൈലോറല്ല ഇവർ ഈ RACക്ക് വേണ്ടി അലോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടേ കിട്ടത്തില്ല. അപ്പോൾ സൈലോർ എപ്പോഴും കിട്ടാൻ ചാൻസ് ഉള്ള സെക്കൻഡ് AC-ക്കാണ്. അതുകൊണ്ടാണ് സെക്കൻഡ് AC-ക്ക് ഞാൻ ബുക്ക് ചെയ്യുമ്പോഴല്ല സൈലോർ കിട്ടുന്നത്. അപ്പോൾ സൈലോർ നമുക്കിപ്പം കിട്ടണമെങ്കിൽ ആകെ പ്രിഫറൻസ് കൊടുക്കാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, വേറെ ഓപ്ഷനൊന്നുമില്ല. പ്രിഫറൻസ് കൊടുത്ത് ബുക്ക് ചെയ്യുക, 2 മാസം മുമ്പ് ബുക്ക് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കുറേ പേര് തത്കാൽ ടിക്കറ്റിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ തത്കാൽ ടിക്കറ്റ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. അറിയുന്നവരുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്.
തത്കാൽ ടിക്കറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമുക്കിപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ എവിടെയെങ്കിലും ദൂരെയൊക്കെ പോകണമെങ്കിൽ ഇപ്പം നാളെ എനിക്ക് ഡൽഹിക്ക് പോകണമെങ്കിൽ എൻ്റെ വണ്ടിക്ക് നോക്കുമ്പോൾ അപ്പം ഇവിടുന്ന് ഡെയിലി 2 വണ്ടിയാണ് ഇപ്പോൾ ഡൽഹിക്കുള്ളത്, മംഗള എക്സ്പ്രസ്സും കേരള എക്സ്പ്രസ്സും. അപ്പോൾ എനിക്ക് മംഗളയ്ക്ക് ഇപ്പം നാളെ ടിക്കറ്റ് നോക്കുമ്പോൾ കാണിക്കത്തില്ല, സ്വാഭാവികമായിട്ടും കാണിക്കത്തില്ല, എല്ലാം വെയിറ്റ് ലിസ്റ്റ് ആയിരിക്കും. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ടിക്കറ്റ് വേണമെങ്കിൽ ഈ വണ്ടി മംഗള എക്സ്പ്രസ് വിടുന്നതിൻ്റെ തലേദിവസം എറണാകുളത്ത് നിന്ന് വിടുന്നതിൻ്റെ തലേദിവസം രാവിലെ 10 മണിക്കും 11 മണിക്കും തത്കാലം ഓപ്പൺ ആകും. അപ്പോൾ ഈ 10 മണിക്ക് എന്തോ ഓപ്പൺ ആണെന്ന് ചോദിച്ചാൽ 10 മണിക്ക് AC ക്ലാസ്സുകളിലാണ് ഓപ്പൺ ആവുന്നത്. 10 മണിക്ക് മംഗളയുടെ 3rd ACയും 2nd AC ഒക്കെ ഓപ്പൺ ആവും. മംഗള മാത്രമല്ല എല്ലാ വണ്ടികളിലും, ഞാൻ മംഗള ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ 10 മണിക്ക് AC ക്ലാസ്സുകൾ ഓപ്പൺ ആവും, 11 മണിക്ക് നോൺ AC ക്ലാസ്സുകൾ ഓപ്പൺ ആവും, സ്ലീപ്പർ ക്ലാസ്സുകളൊക്കെ ഓപ്പൺ ആവും. അപ്പോൾ 10 മണിക്ക് ഈ തത്കാലം ഓപ്പൺ ആയാൽ വളരെ നിമിഷ നേരങ്ങളൊക്കെ ഉണ്ട്, കൂടിപ്പോയാൽ 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് ഈ തത്കാലമൊക്കെ വേണ്ടി വരും. കാരണം ഭയങ്കര ഡിമാൻഡുള്ളൊരു സാധനമാണ് ഈ തത്കാൽ ടിക്കറ്റ്. പ്രശ്നം എന്ന് വെച്ചാൽ തത്കാൽ ടിക്കറ്റിന് പൈസ കൂടുതലാണ്. നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു 600 രൂപയുടെ ടിക്കറ്റാണ് തത്കാലം എടുക്കുമ്പോൾ ഒരു 800-850 രൂപയ്ക്ക് വരും. പൈസ കൂടുതലാണ് തത്കാലിന്, അത് ഡിപ്പെൻസ് അപ്പോൾ ഒന്ന് റൂട്ട്, പൈസ കൂടുതലാണ്. അപ്പോൾ തത്കാൽ പൈസ കൂടുതലാണ്. പിന്നെ തത്കാൽ എടുക്കുമ്പോഴേക്കും നമ്മൾ തത്കാൽ 2 ആസ്പെക്റ്റ് ആണുള്ളത്, ഒന്ന് കൺഫർമേഷനും പിന്നെ വെയിറ്റ് ലിസ്റ്റും. തത്കാലം എടുക്കുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ടിക്കറ്റ് കൺഫേം ആയി കിട്ടും, അല്ലെങ്കിൽ വെയിറ്റ് ലിസ്റ്റ് ആയി കിട്ടും. അപ്പോൾ കൺഫേം ആയ സീറ്റ് കുഴപ്പമൊന്നുമില്ല, നമുക്ക് സാധാരണ ട്രാവൽ ചെയ്യാൻ പറ്റും. വെയിറ്റ് ലിസ്റ്റ് ആയാലും ഈ തത്കാൽ വെയിറ്റ് ലിസ്റ്റ് കൺഫേം ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വണ്ടിയുടെ ചാർട്ട് പ്രിപ്പയർ ആകുമ്പോൾ അതിൻ്റെ ജനറൽ വെയിറ്റ് ലിസ്റ്റ്, പിന്നെ പൂൾഡ് കോട്ട, ഈ കോട്ടയെല്ലാം വെയിറ്റ് ലിസ്റ്റ് കൺഫേം ആയി കണ്ട് ഏറ്റവും ലാസ്റ്റാണ് ഈ തത്കാൽ വെയിറ്റ് ലിസ്റ്റ് കൺഫേം ആവുന്നത്. അപ്പോൾ ഈ തത്കാൽ വെയിറ്റ് ലിസ്റ്റ് ഉള്ള ടിക്കറ്റുകൾ കൺഫേം ആവാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ വേറൊരു സംഭവം ഉണ്ടായതിൽ, വേറൊരു ട്രിക്ക് ഉണ്ടായതിൽ. സംഭവം എന്താണെന്ന് വെച്ചാൽ തത്കാൽ എടുത്ത് ആരെങ്കിലും ഒരാൾ ക്യാൻസൽ ചെയ്താൽ, ഇപ്പോൾ എൻ്റെ ടിക്കറ്റ് തത്കാൽ വെയിറ്റ് ലിസ്റ്റ് ഒന്നി കിടക്കുക, അപ്പോൾ തത്കാലം എടുത്ത് ആരെങ്കിലും ഒരാൾ ക്യാൻസൽ ചെയ്താൽ എൻ്റെ ഡയറക്റ്റ് കൺഫേമാണ്, മനസ്സിലായി? അതാണ് ഒരു ഗുണം എന്ന് പറയും തത്കാൽ വെയിറ്റ് ലിസ്റ്റിൻ്റെ. അപ്പോൾ തത്കാൽ വെയിറ്റ് ലിസ്റ്റ് 5 വരെയൊക്കെ നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് കൺഫേം ആവാനുള്ള ചാൻസ് കൂടുതലാണ്. കൺഫേം ആവുന്നില്ല, കൺഫേം ആവാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം തത്കാലം എടുത്തവരൊക്കെ ചിലപ്പോൾ ക്യാൻസൽ ചെയ്തെന്നൊക്കെ ഇരിക്കും. പിന്നെ തത്കാൽ വെയിറ്റ് ലിസ്റ്റ് ആയവരൊക്കെ ക്യാൻസൽ ചെയ്യുന്നിരിക്കും. അപ്പോൾ നമ്മുടെ തത്കാൽ വെയിറ്റ് ലിസ്റ്റ് ക്യാൻസൽ ആവുകയാണെങ്കിൽ നമ്മുടെ അപ്പയപ്പായി പൊക്കോളും. ഇപ്പോൾ എൻ്റെ ടിക്കറ്റ് ഇപ്പോൾ 5 ആണെങ്കിൽ തത്കാൽ വെയിറ്റ് ലിസ്റ്റ് TQWL എന്നാണ് കാണിക്കുന്നത്. 5 ആണെങ്കിൽ ഇപ്പം തത്കാൽ വെയിറ്റ് ലിസ്റ്റ് 2ലുള്ള ആൾ ക്യാൻസൽ ചെയ്താൽ എൻ്റെ നേരെ മൂവ് ചെയ്ത് 4ലേക്ക് പോകും. അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ തത്കാലം എടുത്ത് ആരെങ്കിലും ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് കൺഫേം ആവാണ്. പക്ഷേ തത്കാൽ വെയിറ്റ് ലിസ്റ്റ് ഒരുപാടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു 50-60 ആണെങ്കിൽ കൺഫേം ആവാൻ ചാൻസ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അത്ര 50-60 ആൾക്കാരൊന്നും തത്കാലം എടുത്തവരൊന്നും ക്യാൻസൽ ചെയ്യത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട്. അപ്പോൾ അതാണ് തത്കാൽ തന്നെ. വേറൊരു സംഭവമുണ്ട്, പ്രീമിയം തത്കാൽ എന്ന് പറയും. ഈ പ്രീമിയം തത്കാൽ എന്ന് പറയുന്നത് ഭയങ്കര കാശാണ്. ഇപ്പോൾ നമ്മൾ പ്രീമിയം തത്കാൽ, ഇപ്പോൾ നമ്മൾ ഒരു വണ്ടിയുടെ തത്കാലം ഓപ്പൺ ആകുമ്പോഴേക്കും നോർമൽ തത്കാലിൻ്റെ ഫെയർ ആയിരിക്കും. പക്ഷെ നമ്മൾ പേരൊക്കെ അടിച്ച് വരുമ്പോഴേക്കും, നമ്മൾ പേയ്മെൻറ്റ് ഓപ്ഷനിൽ പോകുമ്പോഴേക്കും അതിൻ്റെ പൈസ കൂടിയിട്ടുണ്ടാകും. കാരണം അത് ഈ ഫ്ലൈറ്റിൽ നമ്മൾ നോക്കത്തില്ല, ഡൈനാമിക് പ്രൈസിംഗ് എന്ന് പറയത്തില്ലേ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെയൊക്കെ, അതേപോലെ തന്നെ അതിൻ്റെ പ്രീമിയം തത്കാലിൻ്റെ സമയം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പൈസ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ചില സമയത്തൊക്കെ നോക്കിയാൽ ഈ ചില വണ്ടികൾക്കൊക്കെ പ്രീമിയം തത്കാൽ ടിക്കറ്റ് എടുക്കുന്നതാണ്. ഇവിടുന്ന് ഇപ്പോൾ എറണാകുളത്ത് ബാംഗ്ലൂരൊക്കെ നോക്കിയാൽ 3rd AC അല്ലെ സ്ലീപ്പർ ടിക്കറ്റൊക്കെ ചിലപ്പോൾ 2000 രൂപയ്ക്ക് 3000 രൂപയ്ക്കൊക്കെ കിടക്കുന്ന കാണുമ്പോൾ അത്രയ്ക്ക് ഭയങ്കര പൈസയാണ് പ്രീമിയം തത്കാലം. അതുകൊണ്ട് അങ്ങനെ ആരും എടുക്കാറില്ല. പക്ഷേ ഗതിയില്ലാത്തവരൊക്കെ എടുക്കും. കാരണം ടിക്കറ്റ് വേണ്ടവർക്കൊക്കെ എന്തായാലും എടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് തത്കാൽ ടിക്കറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ തത്കാൽ ടിക്കറ്റ് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയി എടുക്കാൻ പറ്റും, മൊബൈലിൽ എടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആപ്പ് കറൻറ്റ്ലി IRCTC റെയിൽ കണക്ട് ആപ്പാണ്. പിന്നെ റെയിൽ വൺ ആപ്പും ഉണ്ട്. പക്ഷെ നേരത്തെ പറഞ്ഞ പ്രശ്നം റെയിൽ വൺ ആപ്പിലുള്ളതുകൊണ്ട് ഇപ്പം തൽക്കാലം റെയിൽ വൺ ആപ്പ് യൂസ് ചെയ്യാതെ IRCTC റെയിൽ കണക്ട് ആപ്പിൽ കൂടെ തൽക്കാലം എടുക്കുന്നതാണ് ബെസ്റ്റ്. പിന്നെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയി എടുക്കാനും പറ്റും. റെയിൽവേ സ്റ്റേഷനിൽ പോയി എടുക്കണമെങ്കിൽ അതിരാവിലെ പോയിട്ട് ടോക്കണൊക്കെ എടുത്ത് അവിടെ നിൽക്കണം. പിന്നെ അവിടെ പോയാലും നമുക്ക് എവിടെ പോയാലും മൊബൈലിൽ കൂടെ ആണെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ പോയാലും തൽക്കാലം കിട്ടുമെന്നൊന്നും ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല. കാരണം ഒന്നും നമ്മുടെ കയ്യിലല്ല. പിന്നെ കുറേ ആൾക്കാരുടെ സംശയമാണ്, ഇപ്പം പേയ്മെൻറ്റ് ഫെയിലായി പോയി, തത്കാലം എടുക്കാതിനടുത്ത് അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കാതിനടുത്ത് പേയ്മെൻറ്റ് പോയി, പൈസ പോയി, പക്ഷേ ടിക്കറ്റ് വന്നില്ല. ഇപ്പം വാലറ്റ് ചാർജ് ചെയ്യാൻ നേരത്ത് പൈസ വന്നില്ല. അപ്പം നമ്മളിപ്പോൾ ഏത് പേയ്മെൻ്റ് ആണെങ്കിലും ഇപ്പോഴത്തെ പേയ്മെൻറ്റ് സംഭവമൊക്കെ അറിയാമല്ലോ. ഇപ്പം UPI ആണെങ്കിലും കാർഡ് പേയ്മെൻ്റ് ആണെങ്കിലും എന്ത് പേയ്മെൻറ്റ് ഫെയിലായാലും നമുക്ക് അതിൻ്റെ റീഫണ്ട് ഒരു 7 ദിവസത്തിനുള്ളിൽ മാക്സിമം കിട്ടും. ക്രെഡിറ്റ് കാർഡൊക്കെ ആണെങ്കിൽ ഒരു 7 days എടുക്കും. UPI ഒക്കെ ആണെങ്കിൽ ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ. എൻ്റെ ഇപ്പം ഇന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൺഫേം ആയില്ലെങ്കിൽ പൈസ പോയെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ ആകുമ്പോൾ പൈസ വരാറുണ്ട്. പക്ഷേ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ ഒരു 7 days എടുക്കും. അപ്പോൾ ഒരു 7 ദിവസത്തിനുള്ളിൽ എന്തായാലും നിങ്ങളുടെ റീഫണ്ട് ആ ഒരു ഒറിജിനൽ പേയ്മെൻറ്റ് മോഡിലേക്ക് ക്രെഡിറ്റ് ആവും. ക്രെഡിറ്റ് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് ബാങ്കുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.
ബാങ്കുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അവർക്കൊന്നും ചെയ്യാനില്ലെങ്കിൽ IRCTC ആയിട്ട് കോൺടാക്ട് ചെയ്യുക, വേറെ നിവൃത്തിയൊന്നുമില്ല. പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഈ ഒരു വണ്ടിയിൽ RAC സീറ്റുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചോണ്ടേ. RAC സീറ്റുകളുടെ എണ്ണം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അതൊക്കെ വണ്ടിയുടെ ഡിമാൻഡും റൂട്ടും ഒക്കെ അനുസരിച്ചാണ് കേട്ടോ. ഇപ്പം ഒരുപാട് ഡിമാൻഡുള്ള വണ്ടികളൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഐലൻഡ് എക്സ്പ്രസ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ RAC സീറ്റുകളുടെ എണ്ണമൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും. ഒട്ടുമിക്ക എല്ലാ സീറ്റുകളും സൈഡ് ലോവർ സീറ്റ് RAC ആയിരിക്കും. ഡോറിൻ്റെ അങ്ങേ അറ്റത്തെ 2 സീറ്റും 79 പിന്നെ 6, 7 ഒക്കെ ആ ഒരു റേഞ്ച് സീറ്റ് മാത്രമേ RAC അല്ലാത്തുള്ളൂ, ബാക്കിയെല്ലാം RAC ആയിരിക്കും. അതിപ്പം നമുക്ക് പറയാൻ പറ്റത്തില്ല, അതിപ്പം വണ്ടിയുടെ ഡിമാൻഡും ഒക്കെ അനുസരിച്ചായിരിക്കും RAC സീറ്റുകളുടെ എണ്ണമൊക്കെ ഇവർ വെക്കുന്നത്. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലെ ഇറ്റ്സിഗോ പിന്നെ മറ്റേ വേറെ കൺഫേം ടിക്കറ്റ് ആപ്പിൽ കൂടെ ഒക്കെ ട്രെയിൻ ടിക്കറ്റ് അല്ലെങ്കിൽ തൽക്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചുകൊണ്ട് ഞാനൊരിക്കലും സജസ്റ്റ് ചെയ്തില്ല. കാരണം റെയിൽവേ ടിക്കറ്റ്, ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് റെയിൽവേയുടെ ഒഫീഷ്യൽ ആപ്പിൽ കൂടെ ബുക്ക് ചെയ്യുന്നതാണ്. കാരണം എന്തെങ്കിലുമൊക്കെ ഭാവിയിൽ പ്രശ്നം വന്നാൽ, പൈസയുടെ ഒക്കെ എന്തെങ്കിലും പേയ്മെൻറ്റ് എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ റെയിൽവേയുടെ ഒക്കെ ആകുമ്പോൾ നമുക്ക് റീഫണ്ട് കിട്ടും, ഉറപ്പായിട്ട് കിട്ടുമെന്നൊക്കെ പറയാം. പക്ഷേ തേർഡ് പാർട്ടി ആപ്പ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം തേർഡ് പാർട്ടി ആപ്പിലൂടെ ഒരിക്കലും നമുക്ക് ട്രെയിൻ ടിക്കറ്റ് എടുക്കുന്ന അത്ര സേഫായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, ഞാൻ എടുക്കാറില്ല. കൺഫേം ടിക്കറ്റ് പിന്നെയും കുഴപ്പമില്ല, പക്ഷേ തത്കാലം എടുക്കുന്നത് ഈ തേർഡ് പാർട്ടി ആപ്പിൽ കൂടെ എടുക്കരുത്. IRCTCയുടെ ആപ്പ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ഈ തേർഡ് പാർട്ടി ആപ്പുകളിൽ തത്കാല സമയം വേറെന്തോ 10:15 എന്തൊക്കെയാണ്, 10:15 11:15 അങ്ങനെ എന്തൊക്കെയാണെന്ന് തോന്നുന്നു, ഞാൻ ഒരെണ്ണം കണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് തേർഡ് പാർട്ടി ആപ്പിൽ കൂടെ ട്രെയിൻ ടിക്കറ്റ് ആരും ബുക്ക് ചെയ്യരുത്, എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. എനിക്ക് അത്ര അടിപൊളിയായിട്ട് തോന്നിയിട്ടില്ല. നോർമൽ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ ആപ്പ് വഴി ട്രെയിൻ ടിക്കറ്റ്, റെയിൽവേ ആപ്പിൽ കൂടെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും സേഫ് എന്ന് പറയുന്നത്. അതിപ്പോൾ ഏതാണെങ്കിലും, അതിപ്പം ഫ്ലൈറ്റ് ടിക്കറ്റ് ആണെങ്കിലും അവർ ഒഫീഷ്യൽ സൈറ്റിൽ കൂടെ എടുക്കുന്നതാണ് ഏറ്റവും സേഫ് എന്ന് പറയുന്നത്. പിന്നെ ഹൗ ടു ഗെറ്റ് എ കൺഫേംഡ് തത്കാൽ ടിക്കറ്റ് വിത്തൗട്ട് എ വെയിറ്റ് ലിസ്റ്റ് ആൻഡ് നോട്ട് പ്രീമിയം തത്കാൽ എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കൺഫേം ആയിട്ട് തത്കാൽ ടിക്കറ്റ് വേണമെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ മൊബൈലിൽ കൂടെ. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എന്നാലും സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾക്ക് AC-ക്കാണ് തത്കാലം വേണമെങ്കിൽ രാവിലെ 10 മണിക്ക് ഓപ്പൺ ആകും. അപ്പോൾ നിങ്ങൾ 9:56 ആകുമ്പോഴേക്കും ആപ്പിൽ ലോഗിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് എവിടെ നിന്ന് എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്നൊക്കെ സെലക്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് AC-ക്കാണല്ലോ വേണ്ടത്, അപ്പോൾ സ്ലീപ്പറിന് അവിടെ പ്രസ് ചെയ്യുക. സ്ലീപ്പറിനവിടെ പ്രസ് ചെയ്യുമ്പോഴേക്കും ടിക്കറ്റ് ഇത് കാണിക്കും. എന്നിട്ട് കറക്റ്റ് 10 മണിയാകുമ്പോഴേക്കും AC-യുടെ അവിടെ പ്രസ് ചെയ്യുമ്പോൾ അവൈലബിൾ എന്ന് കാണിക്കും. എന്നിട്ട് വേഗം തന്നെ ബുക്ക് ചെയ്യുക. ഇതിൽ നമ്മുടെ കൈയിൻ്റെ സ്പീഡ് അനുസരിച്ചിരിക്കും കേട്ടോ. കൈക്ക് ടൈപ്പ് ചെയ്യാൻ നല്ല സ്പീഡ് ഉണ്ടെങ്കിൽ വേഗം തത്കാലം കിട്ടും, അല്ലെങ്കിൽ പോകും. കാരണം 1 മിനിറ്റ് പോലും വേണ്ട തത്കാലം തീരാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് തീരും. അപ്പോൾ ടൈപ്പ് ചെയ്യാനൊക്കെ നല്ല സ്പീഡ് ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. പിന്നെ പേര് ഫുൾ അടിക്കുന്നതിലും ഭേദം ഫസ്റ്റ് നെയിം മാത്രം അടിച്ചാൽ മതി, കാരണം അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പേര് ഇപ്പം അഭിജിത്ത് ഭക്തനാണെങ്കിൽ അഭിജിത്ത് എന്ന് മാത്രം അടിച്ചാൽ മതി. എന്നിട്ട് അത്രയും സമയം കുറയ്ക്കാൻ വേണ്ടിയാണ് പറയുന്നത്. പിന്നെ വയസ്സ് പഠിക്കുക, ജെൻഡർ പഠിക്കുക, പ്രിഫറൻസ് കൊടുക്കണ്ട. തത്കാലം എടുക്കുമ്പോൾ ഒരിക്കലും പ്രിഫറൻസ് കൊടുക്കരുത്, കാരണം ആ പ്രിഫറൻസ് കൊടുക്കുന്ന ആ സമയം നമുക്ക് അത്രയും വേസ്റ്റ് ആയി പോകും. അപ്പോൾ എത്രയും വേഗം ചെയ്യാൻ ഫസ്റ്റ് നെയിം അടിക്കുക, വയസ്സടിക്കുക, ജെൻഡർ അടിക്കുക, നേരെ പേയ്മെൻറ്റ് ചെയ്യാം. ഏറ്റവും ബെസ്റ്റ് പേയ്മെൻറ്റ് ഓപ്ഷൻ എനിക്കൊന്ന് ക്രെഡിറ്റ് കാർഡാണ്. ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡാണ്. കാരണം പെട്ടെന്ന് OTP വരും. ക്രെഡിറ്റ് കാർഡൊക്കെ UPI ആകുമ്പോൾ വേറെ ആപ്പ് ക്ലോസ് ആയിട്ട് വേറെ ആപ്പിലേക്ക് പോകും. പക്ഷേ ഈ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ നമുക്ക് ആ ആപ്പിൽ തന്നെയാണ് നമുക്ക് അതിൻ്റെ OTP ഒക്കെ വരുന്നത്. അപ്പം നമുക്ക് വേറെ എക്സ്റ്റേണൽ ആപ്പിൽ കൂടെ പോകുമ്പോൾ ഈ ആപ്പ് ക്രാഷ് ആവുന്ന ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ തത്കാലം എടുക്കുമ്പോൾ കൂടുതലും ഈ കാർഡ് യൂസ് ചെയ്തെടുക്കാൻ പറ്റും, കാർഡായിരിക്കും ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അതാകുമ്പോൾ നിങ്ങൾക്ക് ഈ പേയ്മെൻറ്റ് ഫെയിൽ ആകുന്ന അല്ലെങ്കിൽ തത്കാല ടിക്കറ്റ് കിട്ടാതിരിക്കുന്ന അവസ്ഥയൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പം ഒരിടത്തുനിന്ന് ബുക്ക് ചെയ്തിട്ട് എനിക്കിപ്പോൾ വേറെ സ്റ്റേഷനിൽ കയറണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ സിമ്പിളായിട്ട് നമുക്ക് ബോർഡിംഗ് പോയിന്റ് മാറ്റാൻ പറ്റും ഒരു ട്രെയിൻ ടിക്കറ്റിൻ്റെ. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ റെയിൽവേ ആപ്പ് അല്ല IRCTC ആപ്പ് എടുക്കുക. എന്നിട്ട് മൈ ബുക്കിംഗ്സിൽ പോയിട്ട് നമുക്ക് നമ്മുടെ ബുക്കിംഗ് എടുത്തിട്ട് മുകളിൽ ഓപ്ഷൻ ഉണ്ടാവും ചേഞ്ച് ബോർഡിംഗ് പോയിന്റ് എന്ന് പറഞ്ഞ്. അവിടെ നമുക്ക് ബോർഡിംഗ് പോയിന്റ് ചേഞ്ച് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ വണ്ടി വിടുന്നതിന് ഒരു ദിവസം മുമ്പെങ്കിലും ചെയ്യണം, കാരണം ചാർട്ട് വന്നാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഏറ്റവും സേഫ് എന്ന് പറയുന്നത് വണ്ടി വിടുന്നതിന് ഒരു ദിവസം മുമ്പെങ്കിലും ഈ ബോർഡിംഗ് പോയിന്റ് ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ബോർഡിംഗ് പോയിന്റ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ തിരിച്ച് ബാക്ക് ടു പഴയതാക്കാൻ പറ്റത്തില്ല കേട്ടോ. പിന്നെ നമുക്ക് ബോർഡിംഗ് പോയിന്റ് പിന്നെ അതിൻ്റെ അപ്പുറത്തേക്കോ ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ, പിന്നെ പുറകിലോട്ട് പിന്നെയും വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ബോർഡിംഗ് പോയിന്റ് ചേഞ്ച് ചെയ്യുന്നവരെ ശ്രദ്ധിക്കുക. നമുക്ക് ബോർഡിംഗ് പോയിന്റ് ചേഞ്ച് ചെയ്താൽ പിന്നെ തിരിച്ച് ബാക്ക് ടു പഴയതുപോലെ വരാൻ പറ്റത്തില്ല. പിന്നെ SLR കോച്ചിൽ യാത്ര ചെയ്യാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. SLR കോച്ചിൽ യാത്ര ചെയ്യാൻ ഒരു കുഴപ്പമില്ല, പക്ഷേ SLR കോച്ചിൽ കയറുന്നതിന് മുമ്പ് അവിടെ എഴുതി വെച്ചിട്ടുള്ള എന്താ നോക്കണം. SLR കോച്ചിൽ ചിലർക്ക് ഡിസേബിൾഡ് ഫ്രണ്ട്ലി ഉണ്ടാവും, പിന്നെ ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ രണ്ടിലും കയറരുത്. രണ്ടിലും കയറിയാൽ പണി കിട്ടും. RPF ഒക്കെ കണ്ടാൽ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കണ്ടാൽ നിങ്ങൾക്ക് ഫൈൻ കിട്ടും. അതുകൊണ്ട് SLR ജനറൽ മാത്രമുള്ള SLR ഉണ്ട്.
ലഗേജ് കം സെക്കൻഡ് ക്ലാസ് എന്നൊരു കോച്ചുണ്ട്, അതിൽ മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. പിന്നെ ഒരു ട്രെയിൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്താൽ അതിൻ്റെ റീഫണ്ട് കിട്ടണമെങ്കിൽ എത്ര മണിക്കൂർ മുമ്പ് ക്യാൻസൽ ചെയ്യണം എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. സിമ്പിളായിട്ട് പറഞ്ഞാൽ ചാർട്ട് വരുന്നതിന് മുമ്പ് 8 മണിക്കൂർ മുമ്പ് ക്യാൻസൽ ചെയ്യണം. പക്ഷേ നിങ്ങളുടെ ടിക്കറ്റ് ചാർട്ട് വന്നു കഴിഞ്ഞിട്ട് RIC ടിക്കറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് TDR ഫയൽ ചെയ്യാൻ പറ്റും. അതായത് IRCTC ആപ്പിൽ പോയിട്ട് ഫയൽ TDR എന്ന ഓപ്ഷൻ ഉണ്ട്. ഫയൽ TDR പോയിട്ട് നമ്മുടെ RIC ടിക്കറ്റിന് അവിടെ പോയിട്ട് അത് സെലക്ട് ചെയ്തിട്ട് റീസൺ കൊടുക്കുക. RIC പാസഞ്ചർ നോട്ട് ട്രാവൽ എന്ന റീസൺ ഉണ്ട്. അപ്പോൾ അത് കൊടുത്താൽ ഫയൽ TDR കൊടുത്താൽ നിങ്ങൾക്ക് ഫുൾ എമൗണ്ട് റീഫണ്ട് ആയിട്ട് കിട്ടും. പക്ഷേ ഇത് വേഗം ചെയ്യണം, കാരണം വണ്ടി വിട്ട് കഴിഞ്ഞിട്ടൊന്നും ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. ചാർട്ട് വന്ന് അപ്പം തന്നെ ചെയ്യണം. അത് ഒരിക്കലും മറക്കരുത്. നമുക്ക് RIC ടിക്കറ്റാണ് നമുക്ക് ടിക്കറ്റ് റീഫണ്ട് കിട്ടും, അല്ലെങ്കിൽ കിട്ടത്തില്ല. പിന്നെ സ്ലീപ്പർ എടുത്തിട്ട് AC നമുക്ക് കൺവേർട്ട് ചെയ്ത് യാത്ര ചെയ്യണമെങ്കിൽ എത്ര രൂപയാവുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് നമ്മുടെ യാത്രയുടെ ദൂരം അനുസരിച്ചിരിക്കും. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. കറക്റ്റ് ഫെയർ എന്നല്ല പറയുന്നത്. ഇപ്പം നമ്മളൊരു സ്ലീപ്പർ ടിക്കറ്റ് എടുത്ത്, ഇപ്പം എനിക്കിപ്പം മംഗലാപുരത്തേക്ക് പോകണം. അപ്പോൾ സ്ലീപ്പർ ടിക്കറ്റ് എടുത്ത് ഏകദേശം ഒരു 250 രൂപയായി. അപ്പോൾ AC പോകണമെങ്കിൽ ഒരു 600 രൂപയാണെന്ന് വെച്ചത്. തേർഡ് AC 600 രൂപയും സ്ലീപ്പർ ടിക്കറ്റ് 250 രൂപയും. അപ്പോൾ എനിക്ക് AC അത് കൺവേർട്ട് ആക്കി കിട്ടണം. അപ്പോൾ ഞാൻ AC പോയിട്ട് TTയോട് പറഞ്ഞാൽ TT അത് കൺവേർട്ട് ആക്കി തരും. അപ്പോൾ ബാക്കിയുള്ള ഫെയർ ഡിഫറൻസ് മാത്രം കൊടുത്താൽ മതി നമുക്ക് കേട്ടോ. എക്സ്ട്രാ വേറെ ഒന്നും കൊടുക്കണ്ട. 250 രൂപയുള്ള സ്ലീപ്പർക്ക്, 600 രൂപയാണ് AC. അപ്പോൾ ബാക്കി വരുന്ന 350 രൂപ മാത്രം കൊടുത്താൽ മതി. വേറെ എക്സ്ട്രാ ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എക്സ്ട്രാ അങ്ങനെ ചോദിക്കത്തുമില്ല. ബാക്കി വരുന്ന പൈസ മാത്രം കൊടുത്ത് നിങ്ങൾക്ക് AC യാത്ര ചെയ്യാൻ പറ്റും. AC TT ഒരു സീറ്റും നമുക്ക് തരും. വണ്ടി ഫുള്ളാണെങ്കിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല. വണ്ടി വേക്കൻറ്റ് സീറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൺവേർട്ട് ആക്കി തരും, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു IRCTC ID വെച്ചിട്ട് ഒരു മന്ത് എത്ര ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആധാർ ലിങ്ക്ഡ് ആണെങ്കിൽ നമുക്ക് ഒരു മാസം IRCTC അക്കൗണ്ടിൽ കൂടി 24 ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ആധാർ ലിങ്ക്ഡ് അല്ലെങ്കിൽ നമുക്ക് 12 ടിക്കറ്റ് മാത്രമേ ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ശബരി എക്സ്പ്രസ് ടൈം ചേഞ്ച് ആവുന്നതിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ശബരി എക്സ്പ്രസ് ടൈം ചേഞ്ച് ആവുന്നുണ്ട്. ചെറിയ ടൈം ചേഞ്ച് വരുന്നുള്ളൂ. പക്ഷേ ശബരി എക്സ്പ്രസ് ഒരു വമ്പ മാറ്റത്തിനാണ് പോകുന്നത്. ശബരി എക്സ്പ്രസ് കാറ്റഗറിയിൽ നിന്നും അത് സൂപ്പർ ഫാസ്റ്റ് കാറ്റഗറിയിലേക്ക് അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. അപ്ഗ്രേഡ് ആവാൻ വേണ്ടി ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ ശബരി എക്സ്പ്രസ് ഈ സൂപ്പർ ഫാസ്റ്റ് ആകുമ്പോഴേക്കും അത് സൗത്ത് സെൻട്രൽ റെയിൽവേയിൽ നിന്ന് നമ്മുടെ സ്വന്തം സദേൺ റെയിൽവേക്ക് ശബരി എക്സ്പ്രസ് കിട്ടും കേട്ടോ. ഇതിനൊരു ഓർഡർ വന്നിട്ടുണ്ട്. ആ ഓർഡറിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കാണിക്കാം. അപ്പോൾ അത് നമ്മുടെ സദേൺ റെയിൽവേ നമ്മുടെ സ്വന്തം തിരുവനന്തപുരം ഡിവിഷന് നമ്മുടെ ശബരി എക്സ്പ്രസ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിന് ഒരു ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റ് ഇതുവരെയായിട്ട് അനൗൺസ് ചെയ്തിട്ടൊന്നുമില്ല. അത് നമ്മുടെ ട്രിവാൻഡ്രം ഡിവിഷനാണ് തോന്നുന്നു അനൗൺസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഡേറ്റ് വന്നാൽ ആ ഡേറ്റ് മുതൽ നമ്മുടെ ശബരി എക്സ്പ്രസ് 20 എന്ന് വെച്ചാണ് നമ്പർ തുടങ്ങുന്നത് കേട്ടോ. സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ സ്വന്തം സദേൺ റെയിൽവേയുടെ ട്രിവാൻഡ്രം ഡിവിഷൻ ഓപ്പറേറ്റ് ചെയ്യുന്ന വണ്ടിയായിട്ട് ഓടി തുടങ്ങും കേട്ടോ. ഇതിന് ടൈമിങ് ഇവിടെ നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അവിടെ എത്തുന്ന ടൈം കുറച്ച് നേരത്തെയാണ്, അവിടെ നിന്ന് വിടുന്ന ടൈം താമസിച്ചാണ്. പക്ഷെ ഇവിടെ നിന്ന് എത്തുന്ന ടൈം ഏകദേശം സെയിം ആണ്. അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഉച്ച കഴിഞ്ഞ് 2:30 കണ്ട് വിടുന്നത്. പക്ഷേ ഇവിടെ എത്തുന്ന ടൈം സെയിം ആണ്, വ്യത്യാസമൊന്നുമില്ല. എന്നാലും ടൈം ഒരുപാട് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ മാറ്റം എപ്പം മുതലാണ് വരുന്നതെന്നൊന്നും നമുക്ക് അറിയത്തില്ല. അത് ഓർഡർ വന്നിട്ടേ ഉള്ളൂ. അതിനി ഇവിടെ നിന്ന് ഉള്ള ബാക്കി നീക്കങ്ങളോടെ കഴിയണം. എന്തായാലും ഉടനെ വരുമായിരിക്കും. ഓണത്തിൻ്റെ സമയത്തൊക്കെ എന്തായാലും ആവുമായിരിക്കും. ചിലപ്പോൾ അതിന് മുമ്പ് ആവുമായിരിക്കും, നോക്കാം. സ്ലീപ്പർ കോച്ചിന് ഫ്രീ ആയിട്ട് എങ്ങനെയാണ് AC കോച്ചിലേക്ക് അപ്ഗ്രേഡ് കിട്ടുന്നതെന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അത് സംഭവം എന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മൾ പോകുന്ന വണ്ടി കാലിയായിരിക്കണം. അതാണ് മെയിൻ ഒരു ക്രൈറ്റീരിയ വേണ്ടത്. കാലിയായിരിക്കണം വണ്ടി. അപ്പോൾ നമ്മളിപ്പോൾ സ്ലീപ്പറിന് ടിക്കറ്റ് എടുത്താൽ അത് നമ്മൾ ബുക്ക് ചെയ്യാതിനടുത്ത് കൺസിഡർ ഫോർ ഓട്ടോ അപ്ഗ്രഡേഷൻ എന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മൾ ബുക്ക് ചെയ്താൽ നമ്മുടെ ഓട്ടോ അപ്ഗ്രഡേഷൻ്റെ ആ ഒരു ഇതിൽ നമ്മുടെ ടിക്കറ്റ് കിടക്കും. എന്നിട്ട് ഈ വണ്ടിയുടെ ചാർട്ട് വരുമ്പോഴേക്കും ഇപ്പം തേർഡ് AC സീറ്റ് ഉണ്ടെങ്കിൽ, ഒരുപാട് സീറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു വണ്ടിയുടെ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അവർ കുറേ സീറ്റൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുന്നതിന് നമ്മുടെ സീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഭാഗ്യം എന്ന് പറയാം. അത് ഭയങ്കര റെയറാണ്. എനിക്കങ്ങനെ 3 തവണ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്ഗ്രേഡ് ആയിട്ട്. ഒരാണ് ഇതേപോലെ സ്ലീപ്പറിന് ഡയറക്റ്റ് ഫസ്റ്റ് AC കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരാണ്. അങ്ങനെ കിട്ടിയിട്ടുള്ള ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷെ അത് കിട്ടണമെങ്കിൽ കുറച്ച് ഭാഗ്യം വേണം. അതൊക്കെ അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഒരു 0.1% നമുക്ക് പറയാൻ പറ്റത്തില്ല കിട്ടുമെന്ന്. കാരണം ഭയങ്കര റെയറാണ് അങ്ങനെ കിട്ടുന്നതൊക്കെ. പിന്നെ വെയിറ്റ് ലിസ്റ്റ് ടിക്കറ്റ് ക്യാൻസൽ ആയത് ഫുൾ റീഫണ്ട് കിട്ടുമെന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വെയിറ്റ് ലിസ്റ്റ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്താൽ അല്ലെങ്കിൽ ക്യാൻസൽ ആയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസൽ ആയാലും നമുക്ക് ഫുൾ റീഫണ്ട് കിട്ടത്തില്ല. ആകെ ഫുൾ റീഫണ്ട് കിട്ടുന്നത് ഒന്നെങ്കിൽ വണ്ടി ക്യാൻസൽ ആവണം, അല്ലെങ്കിൽ വണ്ടി എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഷോർട്ട് ടെർമിനേഷൻ ആവണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വണ്ടി അവരുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ മാത്രമേ നമുക്ക് ഫുൾ റീഫണ്ട് കിട്ടത്തുള്ളൂ. അല്ലാണ്ട് സാധാരണ നമ്മളിപ്പോൾ ഒരു വണ്ടിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വെയിറ്റ് ലിസ്റ്റ് കൺഫേം ആയില്ലെങ്കിൽ ഇവർ ക്ലറിക്കൽ ചാർജ് എന്ന് പറഞ്ഞാൽ കുറച്ച് പൈസ എന്തോ പിടിക്കും. 60 രൂപ 100 രൂപ കണ്ടൊക്കെ പിടിച്ചിട്ട് ബാക്കി തരത്തുള്ളൂ. അതാണ് ഒരു പ്രശ്നം.
അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഫുൾ റീഫണ്ട് കിട്ടത്തില്ല. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഒരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആണ്. കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ള ചോദ്യമാണ്, എങ്ങനെയാണ് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് ഇതിലായിട്ട് അങ്ങനെ ആൾക്കാർക്ക് അങ്ങനെ ധാരണയില്ല. അപ്പോൾ എങ്ങനെയാണ് ഒരു ട്രെയിനിന് ഒരു ടിക്കറ്റ് എടുക്കുന്നതെന്നാണ് ഇനി അടുത്ത വീഡിയോ വരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുക. അടുത്ത ദിവസം കാണാം. ബൈ.